പത്തരമാറ്റ്. കഥ സംവിധാനം റൂബിൻ വാഴപ്പിള്ളി. ബന്ധങ്ങൾ അറുത്തുമാറ്റാൻ ഒരു മടിയും കാണിക്കാത്ത ഈ കാലഘട്ടത്തിൽ സന്തോഷവും സങ്കടവും ചേർന്നതാണ് ജീവിതമെന്നൊരു ഓർമ്മപ്പെടുത്തൽ. ഞങ്ങൾ വിദ്യാവിഹാർ സെൻട്രൽ സ്കൂൾ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് PTA അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ലഘുനാടകം പത്തരമാറ്റ്. ആരാ? തുറന്നോളൂ. ഇത് ഞാനാ അമ്മാവാ, ഷീജ. വാ മോളെ, ഇരിക്കി. എന്നോട് വരാൻ പറഞ്ഞിരുന്നില്ലേ? ആ, ദാസൻ ദുബായിന്ന് വിളിച്ചിരുന്നു. അവനാകെ ടെൻഷനിലാണല്ലോ. നീ എന്താ അവൻ്റെ അമ്മയെ നോക്കാൻ പോണില്ലെന്നോ അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ലെന്നൊക്കെ മറ്റോ പറയുന്നു അവൻ. ഓ, അപ്പൊ അമ്മാവനെ വിളിച്ചൂലേ? ഇനി ഇത് പറയാത്തവരായി തൃശ്ശൂർ ജില്ലയിൽ ആരും ഉണ്ടാവില്ല. അത്രക്കായിട്ടുണ്ട്. എനിക്ക് ജോലിക്ക് പോണം, കുട്ടിയുടെ കാര്യങ്ങളും നോക്കണം. ഇതിനിടയിൽ സെർവന്റിനെ വെക്കാൻ പറഞ്ഞാ കൂട്ടാക്കൂല്ല. സെർവന്റിനെ വെക്കാൻ പ്രയാസമൊന്നും അവൻ പറഞ്ഞില്ല. പക്ഷെ സെർവന്റിനെ മാത്രം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ പറ്റില്ല എന്ന് അവൻ പറയണതേ. നീയും കൂടെ ഉണ്ടാവണം. ഇപ്പൊ നീ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകണം. അപ്പൊ മകനെ കാണാൻ പോണെങ്കിലോ? അത് പറഞ്ഞപ്പോഴാ മോനെ നീ ഹോസ്റ്റലിൽ നിർത്തിയിരിക്കാന്ന് പറഞ്ഞു അവൻ. എന്തിനാ അത്? അതെ, അവിടെ ആകുമ്പോൾ നല്ല സ്ട്രിക്റ്റ് ഉണ്ട്. പഠിക്കാനും അവൻ അതാ സൗകര്യം. നല്ല സ്റ്റാൻഡേർഡുള്ള സ്കൂളത്. ചെറിയ കുട്ടിയല്ലേ. മക്കള് ചെറുപ്പത്തിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ കഴിയണതാ നല്ലത്. ഇതൊക്കെയാ അവൻ്റെ വിഷമങ്ങള്. ഇതൊക്കെ പറയാനാണോ എന്നെ വിളിപ്പിച്ചത്? അതെ, അവനാകെ നിരാശനാണ്. നീ തൽക്കാലം ജോലി വേണ്ടെന്ന് വെക്കും മോളെ. അമ്മ എന്ന് പറഞ്ഞാൽ അറിയാലോ, അവന് ജീവനാ. ജോലി വേണ്ടെന്ന് വെക്കാനോ? അത് അതെ, ഇങ്ങനെ തുടർന്നു പോകാൻ അവന് പ്രയാസാ. അതിനർത്ഥം? അതിനും അവൻ മടി കാണിക്കില്ല. നാട്ടിൽ സ്ഥിരതാമസമാക്കിയാലോ എന്ന് വരെ സംസാരിച്ചു. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ജോലിയുണ്ട്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസ്ഥയുണ്ട്. ഭീഷണിയൊന്നും വേണ്ട. പിന്നെ വുമൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം നോക്കിയാൽ മതി. അപ്പം മനസ്സിലാകും. പണ്ടത്തെ പെണ്ണുങ്ങളുടെ പോലെ ഏറാമൂളികളായിട്ടൊന്നും നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. മോളെ, നീ ബുദ്ധിമോശം കൊണ്ട് അത് ഇതൊന്നും പറയല്ലേ. കുടുംബ ബന്ധങ്ങളുടെ വില അറിയണമെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോഴേ മനസ്സിലാവും. എൻ്റെ ഭാര്യ, അവൾ പോയിട്ട് വർഷമേറെയായി. ഇതിനിടയിൽ ഇണങ്ങിയും പിണങ്ങിയും ജീവിച്ചു. പിണങ്ങിയത് മുഴുവൻ നിസ്സാര കാര്യങ്ങൾക്കായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? 100 വട്ടം ചിന്തിച്ചും ആലോചിച്ചും വേണ്ടതാണ് ഡിവോഴ്സ്. പൊട്ടിയ കണ്ണി ഇളക്കി ചേർക്കാൻ വല്ലാതെ പ്രയാസപ്പെടും. മറക്കണ്ട, ഇന്ന് ജോലിയുള്ളതിൻ്റെ അഹങ്കാരത്തിൽ പല ബന്ധങ്ങളും ചിന്ന ഭിന്നായിട്ടുണ്ട്. ആലോചിക്ക്, നല്ലോണം ആലോചിക്ക്. മതി അമ്മാവാ, തല ധരിക്കണു. എനിക്ക് ജോലിക്ക് പോവാറായി. അവരെവിടെ? സാബുവും ശ്രീദേവിയും? അവര് പുറത്തു പോയിരിക്കുക. ഒരു പ്രോഗ്രാം ഉണ്ട് അവൾക്കേ അടുത്ത ദിവസം. ആ, ഞാൻ അറിഞ്ഞു. വലിയ പരിപാടിയാണല്ലോ. പോണില്ലേ? ഒന്നും അങ്ങോട്ട് തീരുമാനിച്ചിട്ടില്ല. ആ, എന്നാ ശരി, ഞാൻ പോണു. ഇന്നത്തെ കുട്ടികളുടെ പോക്കേ കുടുംബ ബന്ധത്തിന്റെ വില അറിയാത്തോട്ടുള്ളു. എന്താച്ചാ വെറുതെ പിറുപിറുക്കണേ? അത് നമ്മുടെ ഷീജ വന്നിരുന്നു. ഏത് ഷീജ? നമ്മളെ കമലയുടെ മോൻ, ഗൾഫിലുള്ള ദാസൻ, അവൻ്റെ ഭാര്യ. അമ്മയെ നോക്കാൻ അവളെ കൊണ്ടാവില്ല അത്രേ. ഹോം നേഴ്സ് എന്നൊക്കെയാ പറയണ. ഹോം നേഴ്സിനെ വെക്കട്ടച്ചാ. ഇപ്പം എല്ലായിടത്തും അങ്ങനെ തന്നെയാ. ഇപ്പോൾ അത് ശരിയാ. സ്വന്തം തള്ളയായാലും ജോലിക്ക് പോണില്ലേലും ഹോം നേഴ്സ്. അങ്ങനെ ആയി. ദാസൻ ഹോം നേഴ്സിനെ വെക്കാൻ റെഡിയാണ്. പക്ഷേ അവൾക്ക് ഒറ്റയ്ക്ക് ഇട്ട് കൊടുത്തു കൂടെന്ന അവൻ്റെ ഒരു ഇത്. അവളും കൂടെ ഉണ്ടെങ്കിൽ അവന് ധൈര്യമുള്ളൂ. എന്നിട്ട് അവളതിനൊരുക്കല്ല. അവനോട് വരാൻ പറയാം. എന്താവോ എന്തോ. അതെന്തെങ്കിലും ആവട്ടെ. അല്ല, ശ്രീദേവി എവിടെ? കുട്ടിയോ? അവള് പരിപാടിക്കുള്ള ഏതോ സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുക.
അവള് അതിന് പോകാൻ തീരുമാനിച്ചോ? എനിക്ക് താല്പര്യമില്ലെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ. അവള് പോട്ടടാ, അവൾക്ക് വലിയ താല്പര്യ. മാത്രമല്ല ബുക്ക് ചെയ്ത പരിപാടിയല്ലേ. അത് അച്ഛൻ വളം വെച്ച് കൊടുത്തിട്ടാ. ഞാനന്ന് പറഞ്ഞതാ, വീട്ടിൽ എത്രമാത്രം ജോലിയുള്ളതാ. ഈ കുട്ടിയുടെ കാര്യമൊക്കെ ആരാ നോക്കുക? അത് ഞാൻ നോക്കിക്കോളാം ഡാ. അത് പഠിച്ചവർക്ക് അതിൻ്റെ എണ്ണ അറിയൂ. കല്യാണത്തിന് മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ അതിനുശേഷം ഡാൻസ് ക്ലാസ് എടുക്കാനും പോയതല്ലേ അവള്. അതുകൊണ്ട് കല എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹമാണ്. അതെല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അല്ല, നിനക്കെന്ന് മുതലാ ഇത് വിരോധമായി തുടങ്ങിയത്? കല്യാണത്തിന് മുമ്പ് ഡാൻസ് ഡാൻസ് എന്ന് പറഞ്ഞ് പുറകെ നടന്നിരുന്നല്ലോ. അച്ഛനൊന്നും മിണ്ടാതിരുന്നേ. അല്ല പിന്നെ ഞാൻ പോണു. നിങ്ങളായി, നിങ്ങളെ പാടായി. ആ, ചേട്ടൻ എപ്പോഴാ വന്നത്? കുറേ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. നടന്ന് നടന്ന് തോറ്റു. അച്ഛാ, നാളെ നമ്മൾ എപ്പോഴാ പോവുക? ആ, എപ്പോഴാ നാളെ പോവുക? നേരത്തെ എത്തണം, മേക്കപ്പ് ഒക്കെ ചെയ്യാനുള്ളതല്ലേ. എന്താ ഒന്നും മിണ്ടാത്തേ? എനിക്ക് താല്പര്യമില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ ഇത് തന്നെ പറയണോ? മോനെ, നീ അകത്തേക്ക് പോയേ. പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടുള്ളതല്ലേ, അവർ നോട്ടീസ് എല്ലാം അടിച്ചു. പിന്നെന്താ, അച്ഛൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? കുറേ കാലത്തിന് ശേഷം ആ ചിലങ്കയെടുത്തൊന്നും അണിയാൻ പോവുക. നമുക്ക് ഒരുമിച്ച് പോവാൻ ചേട്ടാ. ഞാനൊന്നുമില്ല, നീ അച്ഛൻ്റെ കൂടെ വേണമെങ്കിൽ പോയിക്കോ. അച്ഛനെ കൊണ്ടുപോയാൽ നോക്കാരാ? ഡാ, നീ അകത്തേക്ക് പോയേ. അച്ഛൻ ഇവൻ്റെ കൂടെ നിന്നോളും, അല്ലെങ്കിൽ അച്ഛനെ കൊണ്ടുപോകണ്ട. അയ്യോ, അത് വേണ്ട. അച്ഛന് നല്ല ആഗ്രഹ. പാവം, അത് ഇവനെ കൊണ്ട് തോറ്റു. നിന്നോടല്ലേ അകത്തേക്ക് പോകാൻ പറഞ്ഞേ? അതെ, എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. അച്ഛനെ അമ്മ കളിക്കാൻ പോണത് ഇഷ്ടമില്ലാന്നല്ലേ? അതെ, മുതിർന്നവരിങ്ങനെ സംസാരിക്കുന്നത് കുട്ടികൾ കേൾക്കാൻ പാടില്ല. അറിയോ മോനെ? ആ, സൈക്കോളജി നിനക്ക് മാത്രമേ അറിയൂ. എന്തായാലും അതെ, ഞാൻ ഭക്ഷണം ഉണ്ടാകട്ടെ. അച്ഛനോ? അകത്ത് കാണും. ഹലോ സാബു, ഞാനാ ഫ്രാൻസിസ്. തൃശ്ശൂർ ടൗൺ ഹാളിൽ നിൻ്റെ മിസ്സിൻ്റെ പ്രോഗ്രാം ഉണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം ഇവിടെ ലയൺസ് ക്ലബ്ബിൽ ചർച്ചയുണ്ടായിരുന്നു. വരുമ്പോൾ കാണണം. അതെ, ഒരു ടിക്കറ്റ് സംഘടിപ്പിക്കാൻ പറ്റുമോ? അത് നീ മിസ്സിനോട് പറ. അവർ പറഞ്ഞാ അത് ശരിയാവില്ല. അവൾ തിരക്കിലാവില്ലേ? അല്ലാതെ പറ്റുമോ? ആർക്കാ? അത് എൻ്റെ കൂട്ടുകാരനാ. ആ, നോക്കട്ടെ, വിളിക്കാം. പിന്നെ വേറെന്താ? ശരി, ഞാൻ ഇത് പറയാൻ വേണ്ടി വിളിച്ചാ. ഓക്കെ, താങ്ക് യു. Warm regards each and everyone present over here. വിദ്യാ രക്ഷിത് 2025-2026 സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ സൂരജ് ശ്രീനിവാസ്, വിദ്യാ രക്ഷിത് ചെയർമാൻ അഡ്വക്കേറ്റ് മോഹനകൃഷ്ണൻ, ഡയറക്ടർ ഉഷ നന്ദകുമാർ, മറ്റു കമ്മിറ്റി അംഗങ്ങളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ ആദ്യമായി മിസസ് ശ്രീദേവിയുടെ നൃത്താവിഷ്കാരമാണ് അരങ്ങേറുന്നത്. 2000-2005 കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണ കോളേജിന്റെ അഭിമാനവും ഒട്ടനവധി വർഷങ്ങളിൽ കലാതിലകവുമായിരുന്നു ശ്രീദേവി. ഈ പ്രോഗ്രാം
നാദ പനിനിലാവലയിലൊഴുകുമി അനഘരാസരാത്രി ലയപൂർണമായിരാ പ്രേമോദാരനായി അണയൂ നാദ. ഹംസദൂതിനുണരും നളഹൃദയത്താളമോടെ ദമയന്തിയാടുമാലോല നടനവേഗങ്ങൾ തൂമഴയിൽ. അലിവിളക്കിന്റെ തങ്കനാളങ്ങൾ പൂത്തു നിൽക്കുന്നിതാ, അലിവിളക്കിന്റെ തങ്കനാളങ്ങൾ പൂത്തു നിൽക്കുന്നിതാ. തിരയിളക്കുന്ന മഞ്ജുവേഷങ്ങൾ നൃത്തമാടുന്നിതാ, തിരയിളക്കുന്ന മഞ്ജുവേഷങ്ങൾ നൃത്തമാടുന്നിതാ. Wow, that was really an amazing program. Thank you, ma'am. നമ്മുടെ കളക്ടർ സാറിന് 2 വാക്ക് പറയാനായി താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതുപോലെ ശ്രീദേവി അവറുകൾക്ക് മെമന്റോ നൽകാനായി വിദ്യാരക്ഷിത് ഡയറക്ടർ ശ്രീമതി ഉഷ നന്ദകുമാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വിദ്യാരക്ഷിതിൻ്റെ ബഹുമാനപ്പെട്ട ചെയർമാൻ അഡ്വക്കേറ്റ് മോഹനകൃഷ്ണൻ സാർ, മറ്റ് സംഘാടകർ, പ്രിയ കമ്മിറ്റി അംഗങ്ങളെ, ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ എത്താനുണ്ടായ കാരണമെന്ന് പറയുന്നത് എൻ്റെ ഓഫീസിൽ ശ്രീദേവിയുടെ പോസ്റ്ററോട് കൂടിയ ഒരു ഇൻവിറ്റേഷൻ ലഭിക്കുകയുണ്ടായി. ഇങ്ങനെയൊരു വേദിയിൽ ശ്രീദേവി ഉണ്ടെന്നറിഞ്ഞപ്പോൾ കാണാനൊരാഗ്രഹം. ഞാനും ശ്രീദേവിയും കോളേജിൽ പ്രീ ഡിഗ്രിക്ക് സഹപാഠികളായിരുന്നു. ശ്രീദേവിക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്നറിയില്ല. പഠിക്കുന്ന കാലഘട്ടത്തിൽ നൃത്തത്തിൽ പ്രതിഭയായിരുന്ന ശ്രീദേവി യൂണിവേഴ്സിറ്റി കലാതിലകം കൂടിയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കു ശേഷവും ചിലങ്കയണിഞ്ഞ് ഇങ്ങനെയൊരു പ്രോഗ്രാം ചെയ്തതിൽ ശ്രീദേവിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വിവാഹശേഷം തൻ്റെ കഴിവുകളെ പരിപോഷിപ്പിക്കാനോ പ്രദർശിപ്പിക്കാനോ സാധിക്കാത്ത സാഹചര്യമാണ് ഇന്ന് പലർക്കുമുള്ളത്. അതുമല്ലെങ്കിൽ കല്യാണം കഴിച്ച് ചെന്ന വീട്ടിലെ ആളുകൾക്ക് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വിടാനുള്ള വൈമനസ്. എന്നാൽ ശ്രീദേവിയുടെ വീട്ടുകാർ, ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എൻ്റെ എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം ഉണ്ട്. അച്ഛനും മകനും വന്നിട്ടുണ്ട്. വെരി ഗുഡ്. ഇങ്ങനെ കലയെയും കുടുംബത്തെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രീദേവിയുടെ ആ കഴിവിനെയും വീട്ടുകാരുടെ ആ നല്ല മനസ്സിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ശ്രീദേവി. താങ്ക് യു സർ. ഇനി മെമന്റോ കൊടുക്കുന്നതിന് വിദ്യാരക്ഷിത് ഡയറക്ടർ ശ്രീമതി ഉഷ നന്ദകുമാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു മാം.
അച്ഛൻ വരേണ്ടതായിരുന്നു. അമ്മാതിരി പ്രോഗ്രാമാ. ശരിക്കും കളക്ടർ സാർ വന്ന് അഭിനന്ദിച്ചു. നീ വരേണ്ടെന്നായിരുന്നൂടാ. ഛേ, നല്ല പരിപാടിയായിരുന്നു. അതെ, എൻ്റെ പേര് നോട്ടീസിൽ കണ്ടിട്ട് വന്നതാ. എന്നാലും ഏട്ടൻ വന്നില്ലല്ലോ. എനിക്ക് സങ്കടമായിട്ടാ. നാട്ടുകാർ മുഴുവനുണ്ടായിരുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്ത ചേട്ടാ? നീ എന്തായി കാണിക്കണേ? ഞാനിതൊന്നും കരുതിയിട്ടല്ല. പിന്നെ എന്താ ഇങ്ങനെ? നീ ഞാനൊരു പരിപാടിക്കും പോണില്ല, പോരെ? ഏയ് അതൊന്നല്ല. നിനക്കറിയാലോ നിന്നെയും ഡാൻസിനെയും എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന്. നിന്നിങ്ങനെ പറഞ്ഞയക്കാൻ മനസ്സനുവദിക്കുന്നില്ല. അതൊരു പക്ഷെ എൻ്റെ സ്വാർത്ഥതയാകാം. ഉദാഹരണത്തിന്. അപ്പോൾ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കണത്? എന്നല്ല, ജീവിതയാത്രയിൽ എന്നോടൊപ്പം എന്നും നീ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. കൂടുതലായിട്ടൊന്നും പറയണ്ട, അത്ര തന്നെ. സിനിമാ കഥയാണോ ഈ പ്രേരണ? അത് പോട്ടെ, ഡാൻസ് കലക്കിയിട്ടാ. കൺഗ്രാജുലേഷൻ. ഇതാര് പറഞ്ഞു? ഞാൻ തന്നെ, അല്ലാണ്ടാരാ? അത് മനസ്സിലായി. എങ്ങനെ? നീ എന്നെ പറ്റി പറഞ്ഞത് ഞാൻ പറയട്ടെ. എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം സഹകരിച്ചു പോകുന്ന സാവുചേട്ടൻ തന്നെയാണ് എൻ്റെ ശക്തിയും പ്രോത്സാഹനവും. എനിക്കത് ഹാളിൻ്റെ പിൻസീറ്റിലിരുന്ന് കേട്ടപ്പോൾ ശരിക്കും ഞാൻ അമ്പടാ, ഞാനിതൊന്ന് അച്ഛനോട് പറയട്ടെ. അതെ, ഇത് ശ്രീദേവി മാഡത്തിന്റെ വീടല്ലേ? അതെ. നിങ്ങൾ ആരൊക്കെയാ? സാബു ചേട്ടാ, ഞാൻ ഷീജ, ദാസേട്ടൻ്റെ. ഓക്കെ ഓക്കെ, എനിക്ക് ആദ്യം മനസ്സിലായില്ല ഏട്ടാ. ഇരിക്ക്, ഞാൻ വിളിക്കാം. കഴിഞ്ഞ പ്രോഗ്രാമിന്റെ ക്ഷീണം മാറിക്കാണില്ല. അതിന് നമ്മുടെ പ്രോഗ്രാം കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ? ഞാൻ അകത്ത് പോയിട്ട് വരാം, നിങ്ങളിരിക്കേ. ഷീജയ്ക്ക് ഇവിടെ നല്ല സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കാണിക്കാനാ അവൾ അകത്തേക്ക് പോയത്. വാട്ട് എ ചീപ്പ്. അത് നടന്നാ മതിയായിരുന്നു. ആയിരിക്കൂ. ഏട്ടനോട് ചോദിക്കണം, സമ്മതിക്കുമെന്ന് അറിയില്ല. ഹസ് ഇവിടെ ഇല്ലേ? ഇപ്പോൾ തന്നെ ചോദിക്കുകയാണെങ്കിൽ. അല്ല ശ്രീദേവി, നിങ്ങളുടെ പ്രോഗ്രാം നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്, അല്ലാതെ. നിങ്ങൾ വെൽ ഡാൻസർ അല്ലേ? അദ്ദേഹം പോകണ്ടെന്ന് പറഞ്ഞാ? അദ്ദേഹം പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ല, അത്ര തന്നെ. ദിസ് ഈസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. ഈ കിട്ടുന്ന വരുമാനം, ഛേ, യു സോ സില്ലി. ഞാൻ അറിയിക്കാം ഷീജയെ. ഓക്കെ ഷീജെ. ആ, എന്നാ ശരി. അറിഞ്ഞാ ഞാൻ നിങ്ങളെ അറിയിക്കാട്ടോ. ആ, അവര് പോയോ? ഷീജ അവരെ കൂടെ പോയില്ലേ? അമ്മാവാ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ദാസേട്ടൻ. ദാസൻ ഫോൺ എടുക്കുന്നില്ല, മകനെ വിളിക്കണില്ല. സ്കൂൾ ഫീസും ഹോസ്റ്റൽ ഫീസും എല്ലാം അടയ്ക്കാറായി. എനിക്കെന്തോ പേടി തോന്നുന്നു. നീ എന്തിനാ പേടിക്കുന്നത്? നിനക്ക് ശമ്പളമുണ്ട്, പിന്നെന്താ? സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസ്ഥയുണ്ടല്ലോ. അതമ്മാവാ, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. പക്ഷേ ഇപ്പം എന്തോ ഭയം തോന്നുന്നു. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ. എന്താണ് തീരുമാനമെന്ന് എനിക്കറിഞ്ഞൂടാ. അമ്മ എന്നത് അവൻ്റെ ജീവനാണ്. ഇന്ന് പ്രായമായവരെ പലയിടത്തും കൊണ്ടുചെന്നാക്കുന്ന പതിവുണ്ട്. അതിൽ പെടുന്നവനല്ല ദാസൻ. ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ സ്വാഭാവികമാണ്. അത് ഉൾക്കൊണ്ട് ജീവിക്കുക എന്നതാണ് ജീവിതം. ഇനി ഞാൻ എന്ത് വേണം? അച്ഛാ, ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കിയേ. അതെ, ഒന്ന് വിളിക്കച്ചാ. ഹലോ, ആരാ? ദാസ, ഞാനാ, മാമൻ, ഉണ്ണിമാമൻ. എന്താ അമ്മാവാ? നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതേ ഷീജ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അമ്മാവാ, ഞാൻ നാട്ടിലേക്ക് വരുന്ന വഴിയാ. എയർപോർട്ടിലെത്തി. ഇപ്പോൾ അതാ അങ്ങോട്ട് പുറപ്പെടുകയായി. നീ ഒരു കാര്യം ചെയ്, ഇവിടെ ഇറങ്ങ്. എന്തായാലും പോകുന്ന വഴിയല്ലേ. ഷീജ ഇവിടെ ഉണ്ട്.
ശരി അമ്മാവാ. നിന്റെ നിലപാട് എന്താണെന്ന് അവനോട് പറ. അവൻ ലീവിലോ അതോ അവസാനിപ്പിച്ചോ എന്നറിയില്ല. അച്ഛാ, അച്ഛനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കേ. ഷീജ പറഞ്ഞല്ലോ. അവള് പറഞ്ഞോ? അവൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് സ്വീകാര്യമാണെങ്കിൽ ഞാൻ സംസാരിക്കാം. വെറുതെ മറ്റുള്ളവർ പറഞ്ഞു നടക്കുന്നത് കേട്ട് നീ ചാടല്ലേ. എന്താണിത് വിമൻസ് വെൽഫെയർ അസോസിയേഷൻ? എന്താ അവരുദ്ദേശിക്കണത്? അമ്മാവ, ദാസേട്ടനോട് പറ. ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. കിട്ടിക്കൊണ്ടിരുന്ന സന്തോഷ സാഹചര്യങ്ങളും അതൊന്നും വില കൽപ്പിക്കാതെ ഞാൻ എന്തൊക്കെയോ. ക്ഷമിക്കണം. അവൻ വന്നു എന്നാ തോന്നണേ. ആ, ദാസൻ വന്നല്ലോ. വരൂ ദാസ. കറക്റ്റ് ടൈമിലാണ് അമ്മാവൻ വിളിച്ചത്. അല്ലെങ്കിൽ ഇതിലെ പാസ് ചെയ്ത് പോകുമായിരുന്നു. ഇവളെന്താ ഇവിടെ അമ്മാവ? ഏയ് ഒന്നുമില്ലടാ, എൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാ. നിന്നെ വിളിച്ചിട്ട് തീരെ കിട്ടുന്നില്ലല്ലോ. ഫോണിൽ അവിടുത്തെ സിമ്മായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും. എൻ്റെ വിഷയങ്ങൾ അമ്മാവൻ പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞു. പെട്ടെന്നുള്ളൊരു ചിന്തയിൽ നിന്നുണ്ടായതാണെന്നാ. എൻ്റെ കാര്യം വളരെ ക്ലിയറാണ്. അമ്മയെ നോക്കാൻ സെർവൻറ്റിനെ ഞാൻ വയ്ക്കാം. പക്ഷേ ഇവളുടെ പ്രസൻസ് ഇവിടെ ആവശ്യമാണ്. അതെനിക്ക് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഞാൻ അമ്മാവൻ പറയുന്ന എന്തിനും റെഡിയാണ്. അതൊക്കെ അവള് സമ്മതിച്ചൂടാ. അതുപോലെ മോൻ വീട്ടിൽ നിന്ന് പഠിക്കണം. അത്രയ്ക്കൊക്കെ സ്റ്റാൻഡേർഡ് മതി. ഇതിൻ്റെ തീരുമാനമെല്ലാം ഷീജയുടെ കയ്യിലാണ്. ഷീജ എന്തു പറയുന്നു? തെറ്റുപറ്റിപ്പോയി ദാസേട്ടാ, ക്ഷമിക്കണം. ഞാനേതോ മൂഢസ്വർഗത്തിലായിരുന്നു. കുടുംബ ബന്ധങ്ങളുടെ വിലയറിയാതെ ജീവിക്കുന്ന നൂറ്റാണ്ടിലാണിപ്പോ. എന്തിനും കൃത്രിമ ബുദ്ധി മറികടക്കാൻ സാധിക്കുന്ന കാലം. പക്ഷേ ഈശ്വരൻ ബന്ധിച്ച ബന്ധങ്ങളെ തകർത്തെറിയാൻ ഒരു നിർമ്മിത ബുദ്ധിക്കും കഴിയില്ല. അത്രയ്ക്ക് ആഴമേറിയതായിരിക്കും അത്. ഇവിടെ ശ്രീദേവി പ്രോഗ്രാമുകളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞത് വീട്ടുകാരുടെ ഇഷ്ടങ്ങളെ, ബന്ധങ്ങളെ ബലി കഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാടുകൾക്കും തീരുമാനങ്ങൾക്കും അവൾ ആഗ്രഹിക്കുന്നില്ലെന്നാണ്. ഇതൊരു നല്ലൊരു മാതൃകയാണ്. അതെ ദാസ, അത് കറക്റ്റാ. എല്ലാവർക്കും മനസ്സിലായി എന്ന് നമുക്ക് കരുതാം. ഇനി വുമൻസ് അസോസിയേഷനോട് നമ്മൾ ഡാൻസിൻ്റെ കാര്യം എന്താ പറയേണ്ടത്? അത് പിണങ്ങിയവരുണ്ടെങ്കിൽ ഇണങ്ങിയതിന് ശേഷമാകാം ഡാൻസ്. ഞാനൊന്ന് ഇടപെടാം. എന്നിട്ട് ഒരു മെഗാ പ്രോഗ്രാം തന്നെ വെക്കാലേ? പത്തരമാറ്റ്. കഥ സംവിധാനം റൂബിൻ വാഴപ്പിള്ളി. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: റൂബിൻ വാഴപ്പിള്ളി, സാബു. അഡ്വക്കേറ്റ് സുജിത് ഐനപ്പള്ളി. കളക്ടർ സൂരജ് ശ്രീനിവാസ്. ജിതിൻ അശോകൻ, ഉണ്ണി അമ്മാവൻ. മിസിസ് ശ്രീദേവി ടീച്ചർ, ശ്രീദേവി സുജീഷ്. മിസ്റ്റർ സതീഷ്, ദാസൻ. മിസിസ് അനുഷ ശ്രീജിത്ത്, ഷീജ. മിസിസ് ഉഷ നന്ദകുമാർ, ഡയറക്ടർ. മിസിസ് ധന്യ ബിജു, ധന്യ. മിസിസ് മമത ജയപ്രകാശ്, മമത. മിസിസ് നിമ്മി ബിമൽ, നിമ്മി. മാസ്റ്റർ നിവേദ്, മകൻ. ശബ്ദം നൽകിയവർ: അനീഷ ടീച്ചർ, മിസിസ് ധന്യ, റിജിൻ. സാങ്കേതിക സഹായം അസീസ് ടെക്നിക് സ്റ്റുഡിയോ, വിങ്കടൻ.